നിതിൻഷ ട്രെയിനിൽ നിൽക്കുന്നു. നമ്മ പാലക്കാട് പോകുന്നത്. ഇതാണ് നിതിൻഷ. പാലക്കാടിന്റെ തെരുവ്. നമ്മ പാലക്കാട് എത്തി. നേതി മന്തി പോയി കുഴിമന്തി കഴിക്കാൻ പോവാണ്. നിതിൻഷ ഉണ്ട് കൂടെ. എൻ്റെ കൂടെ എപ്പോഴും എന്തിനും നിതിൻഷ. അപ്പോൾ മന്തി കഴിക്കുമ്പോൾ കാണാം. ബൈ. നിതിൻഷ മന്തി കഴിക്കും. നിതിൻഷ മന്തി എങ്ങനെയുണ്ട്? പാട്ടുണ്ട്, കഴിച്ചൊന്നും കേൾക്കൂല. നല്ല ടേസ്റ്റ് ഇല്ല. മേതി മന്തി കഴിച്ചിറങ്ങി. നിതിൻഷ സംസാരിക്കാതെ നമ്മൾ റൂമിലെത്തിരി കാണാൻ കഴിച്ചൊന്നും കേൾക്കൂല. ഇപ്പം നമ്മൾ നേതി മന്തി പോയി കുഴിമന്തി കഴിച്ച് ഇരുന്നൂറ്റി ഷോപ്പിങ്ങൾ നടത്തി. കാണിച്ചുതരാം. പച്ചക്കോട്ട്. നിതിൻഷ റൂമിൻ്റെ ഡോറ് തുറക്കുന്നു. റൂമിൻ്റെ ഡോറിനെ തുറന്നു. ലൈറ്റ് ഡിഷ. ഗൈസ്, ഞാൻ എടുത്ത പച്ചക്കോട്ട് നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും. ഒറ്റ മിനിറ്റ്. നിതിൻഷ പച്ചക്കോട്ടിനെ പറ്റിയ അഭിപ്രായം. നിതിൻഷ എന്നെ ഇന്നലെ വരെ വ്ളോഗ് ചെയ്യണമെന്നിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പൊ അങ്ങനത്തെ വർത്താനം പറയുന്നത്. നിതിൻഷ സംഭവം എനിക്കറിയാം. ഒരു കല്ല് ഒരു നാളെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഇടാൻ പറ്റുന്ന സംസ്കാരത്തിന് കയറാത്ത ഒരു ഡ്രസ്സുമായിട്ട് വന്നിരിക്കുന്നു. സത്യം ഞാൻ പറയാം. അവിടെ പോയി അപ്പൊ ഒരു പച്ച കോട്ടും ഒരു കറുപ്പ് കോട്ടും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കറുപ്പ് കോട്ട് നിതിൻഷ എടുക്കുക, പച്ചക്കോട്ട് ഞാൻ എടുക്കാം. കറുപ്പ് കോട്ട് ഇട്ട് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ അസൂയ. പക്ഷെ പച്ചക്കോട്ടൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കാണിച്ചറിയാം. എനിക്ക് ഒരു ഒറ്റ ഉണ്ട്. കണ്ട വയസ്സ്, ഇതാണ് എൻ്റെ പച്ചക്കോട്ട്. ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ മിററിൽ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എൻ്റെ പച്ചക്കോട്ട്? സീനല്ലേ? ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഒരു 2K ആണെന്ന് വിചാരിക്കരുത്. ഞാൻ 2K അല്ല ഗൈസ്, സോറി. ഞാൻ യങ് വൈബ് പഠിക്കുന്ന തന്ത വൈബുള്ള മനുഷ്യനാണ്. ഇത് റിയൽ തന്ത വൈബ് എക്സ്ട്രീം. ഒന്നും മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ പച്ചക്കോട്ടിന് സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുന്നു. ഭാഷ ഉണ്ട് സീൻ കേട്ടാ. നാളെ ഇതാണ്ടിട്ട് പോയാൽ രോഹിത് ബ്രോ കൊല്ലും. രോഹിത് ബ്രോനെ പറ്റിക്കാൻ വേണ്ടി നാളെ ഞാൻ ഇതിട്ടിച്ചാണ് എൻഗേജ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. രോഹിത് ബ്രോ ഉണ്ടാ മെസ്സേജ്? പച്ചക്കോട്ടിനെ പറ്റിയുള്ള അഭിപ്രായം പറ. അല്ലേ? എന്ത് ചെയ്യല്ലേ? പച്ചക്കോട്ടിട്ട് ഞാൻ തിളങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞേ. പച്ചക്കോട്ട് കണ്ടോ? പച്ചക്കോട്ട്. മറ്റേ റിച്ചു ബായിന്റെ പാട്ടറിയോ? എന്തെന്ന്? ചക്കച്ചുള അരിഞ്ഞെറുക്കിയ ചക്ക ചിപ്സ്. അതേപോലെ പച്ചക്കോട്ടിട്ട് വന്ന. ബാക്കി എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾ പൂരിപ്പിച്ചോ. പിറവികളുടെ മുഴുവൻ അവരാധ പിറവി എന്നെല്ലാം പറയുന്നത് ഗൈസ് തന്നെ. എൻ്റെ ഫാഷൻ സെൻസിനെ ഇവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ പറ, എനിക്ക് ഫാഷൻ സെൻസ് ഇല്ലാന്നാണോ? എൻ്റെ അർജുൻ മങ്കിയുടെ ക്യാപ്പ്, എൻ്റെ ഡീഡോക്സിൻ്റെ ടീഷർട്ട്, എൻ്റെ റിബോക്കിൻ്റെ ഷൂ, എൻ്റെ ലാരോ, ഇതെല്ലാം ഫാഷൻ സെൻസാണ്. ഇങ്ങേർക്ക് അതില്ല. ഇങ്ങനെ വെറുതെ ഒരു ടീഷർട്ട് ഒരു പാൻറ് ഇട്ട് ബെഡുമ്മേൽ ഇങ്ങനെ കിടക്കും. ചത്ത കോഴിയെ പോലെ. ഇതിന് സിമ്പിൾ ഒരു ലൈഫ് എന്നല്ല പറയില്ല. ഇതിനെ പറയാൻ തന്ത വൈബ് എക്സ്ട്രീം പ്രോ മാക്സ്. കൈസ് എനിക്ക് ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇത് തന്ത വൈബുള്ളവരുടെ മെയിൻ ആണ്. ഇത് MBA ലെവൽ പാസ്സായ, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായ എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. ഇയാൾ ഇതുവരെ MBA പാസ്സായിട്ടില്ല. MBA പരീക്ഷ ഇപ്പോഴും എഴുതുന്നത്. ജോലി എങ്ങനെ? ഒരു മാസം ഒരു കമ്പനിയില്, എന്നിട്ട് അടുത്ത കമ്പനി, അടുത്ത മാസം അടുത്ത കമ്പനി. ഇതാണ് ഇയാളുടെ ജോലി. അതൊന്നും ജോലിയൊന്നുമല്ല. നോക്ക്, വെറും തന്ത വൈബ്.
ഇങ്ങനെ കണ്ട അത്ര ഉണ്ടല്ലോ നിന്റെ കൂടെ അറ്റ്ലീസ്റ്റ് ഗൈസ് തന്ത ഇവരെ മാറ്റി പിടിക്കാനായി. ബാംഗ്ലൂരിന് ഒരു മൂലയ്ക്ക് കൊടുക്കുന്ന കിടന്നിരുന്ന നിന്നെ ഇവിടം വരെ എത്തിച്ചത് ഞാനാ. അതിപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കണ അതിന് കാരണം വേറൊരാളാണ് ഞാൻ. എന്റെ ആത്മബലവും എന്റെ സൗന്ദര്യവും എന്റെ മെയ്യഴകും ശിവാജി നഗറിൽ എന്നെ രക്ഷപ്പെടുത്തി ഇയാളൊന്നല്ല ഗൈസ്. ഞാൻ വന്നപ്പോ ശിവാജി നഗർ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എന്നെ കരകയറ്റിയത് വേറൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇങ്ങേരുടെ റൂമിലായിരുന്നു. അവന്റെ പേര് ശ്രേയസ് എന്നാണ്. നല്ലൊരു ഞാൻ അവനെ തേച്ചിട്ടില്ല. അവൻ ഒരു കന്നഡക്കാരനായിരുന്നു. റൂമിന്റെ റെന്റ് ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവരാധിക്കല്ലേ, വെറുതെ അവരാധിക്കുന്നു ഗൈസ്, വെറുതെ അവരാധിക്കും, കിടന്നങ്ങ് അവരാധിക്ക. ഇയാളാണ് ലാസ്റ്റ് അവിടുന്ന് ഞാൻ നാട് വിട്ട് പോവുക ഇനി ബാംഗ്ലൂരേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞ് പറ്റിച്ച് ആ റൂമിന് എസ്കേപ്പ് ആയത്. പാവം ശ്രേയസ് അവിടെ ഒറ്റക്കായി. ആർക്ക് വേണ്ടിട്ട്? എനിക്ക് വേണ്ടിട്ടൊന്നല്ല, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട്. ഓക്കെ ഞാൻ 2 BHK റൂം വേണമെന്ന് പറഞ്ഞു. ഞാൻ 2 BHK റൂം വേണമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ 2 കക്കൂസ ഇവിടെ, ഒരു കക്കൂസേ ഉള്ളു അവിടെ. എനിക്ക് ഒരു വീട്ടില് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഞാനൊരു എന്നെ പറ്റി വീണ്ടും അപരാധം പറയുന്നു. വായ തുറന്ന് എന്നെ പറ്റി അപരാധം പറയും. അതാണ് ഇയാളുടെ മെയിൻ ലക്ഷ്യം ഗൈസ്. ഒരാൾ മനുഷ്യനാകുമ്പം ഇത് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അത് പ്രഭാതം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും. അതിനിപ്പോ എന്താ 5-8 തവണയൊന്നുമില്ല. അതിനെല്ലാം ഒരു ഭാഗ്യം വേണം. ദഹന പ്രക്രിയ എന്ന് പറയുന്നത് മനുഷ്യനിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇവന്റെ ജീവിതത്തിന്റെ 3-2 ഭാഗവും പോകുന്നത് അല്ല, അത് തെറ്റായ ഒരു ഇതാണ്. ഇവരെന്നെ പറ്റി വേണ്ടാത്ത അപരാധം പറയുന്നു ഗൈസ്. ഇതൊന്നും കേട്ടിക്കേണ്ട ആവശ്യം എനിക്കില്ല. രാവിലെ എണീച്ച് ട്രെയിനിൽ കയറി വന്ന് ഞാൻ നല്ല ഉറക്കക്ഷീണമുണ്ട്. കുറച്ച് സമയം ഉറങ്ങിയിട്ട് എണീച്ചിട്ട് ബാക്കി അപരാധം പിന്നെ ബൈ. പിന്നാണ് എൻഗേജ്മെന്റ്. നിതിൻ ഷാ എന്നും എന്റെ കൂടെ. ഗുഡ് മോർണിംഗ്. കാറ് കഴുകാൻ ഇറങ്ങിയതാണ് ഗൈസ്. കാറ് കഴുകിയ ആ വൈറ്റ് കാർ, ഈ വൈറ്റ് കാർ MGയുടെ ഇലക്ട്രിക് വണ്ടിയാണ്. അത് ഏത് വണ്ടി? ആസ്റ്റർ ആണ്. സൂപ്പർ വണ്ടിയാണ് ഗൈസ്. പിന്നെ അതിലാണ് വെറുതെ പറയുന്നതാണ്, ഇവർ അതിനകത്ത് വരെ കേറിയിട്ടില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ OG വണ്ടി, ബ്ലാക്ക്. ഇതാണ് രോഹിത് ബ്രോന്റെ വണ്ടി, ടാറ്റ അൾട്രോസ്. ഇതെന്ത് കഴുകാത്ത? ഓ, നമ്മളെ സ്വന്തം വണ്ടി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. വളരെ മോശമായിപ്പോയി. എന്താ പറയുന്നത്? ശരിക്കും അതും കൂടി നിങ്ങൾ കഴുകണമായിരുന്നു. ഇനി നമ്മൾ പോയി കുളിച്ച് റെഡി ആയിട്ട് എൻഗേജ്മെന്റിന് പോട്ടെ. ബൈ.